ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 29-ാം വാക്യം വായിക്കുന്നു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. 12 സംവത്സരമായി രക്തസ്രവമുള്ളവളായിരുന്ന സ്ത്രീ ചികിത്സയ്ക്കായി തൻ്റെ ധനമെല്ലാം ചിലവഴിച്ച് സൗഖ്യം ലഭിക്കാതെ പരവശയായി തീർന്നിരുന്നു എന്ന് ഈ വചനഭാഗത്തിൽ നാം വായിക്കുന്നു. ലോകത്തിലൊരു മനുഷ്യകരത്തിനും അവളെ സഹായിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കിയതിനെക്കുറിച്ച് അവൾക്ക് അറിവ് ലഭിച്ചിട്ടുണ്ടാകണം. ആയതുകൊണ്ട് യേശുവിൽ നിന്ന് സൗഖ്യം നേടുവാൻ അവൾ തീരുമാനിക്കുന്നു. അതിനായി അവൾ ശ്രമിക്കുന്നു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്നവൾ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ അടുക്കലെത്തുവാൻ അനവധി പ്രതിസന്ധികളെ അവൾക്ക് അതിജീവിക്കേണ്ടി വന്നത് അവളിലെ നിശ്ചയദാർഢ്യമാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന് വിശ്വാസത്താൽ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട മാത്രയിൽ ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ട് അവളിലേക്ക് പ്രവേശിച്ച് സ്വസ്ഥയായി തീരുവാനിടയായി. പ്രിയ ദൈവവേദനയിലെ ആർക്കും നമ്മെ സഹായിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. നമ്മുടെ ആഴമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. എൻ്റെ വസ്ത്രം തൊട്ടതാര് എന്നുള്ള യേശുവിൻ്റെ ചോദ്യത്തിന് അവളിൽ നിന്ന് ഒരു ഏറ്റുപറച്ചിൽ യേശു ആഗ്രഹിച്ചതായി കാണുന്നു. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. രോഗസൗഖ്യം മാത്രമല്ല, ദൈവകുടുംബത്തിലെ ഒരംഗമായി യേശു അവളെ സ്വീകരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ താൻ അനുഭവിച്ച വലിയ പ്രതികൂല അവസ്ഥയിൽ നിന്നും ദൈവിക സമാധാനം അവളുടെ ഹൃദയത്തിൽ നിറയുവാനിടയായി. രക്തസ്രവക്കാരിയ സ്ത്രീയുടെ വിശ്വാസമാണ് അവളെ സൗഖ്യമാക്കിയത്. ഏവരും പരിപൂർണ ആരോഗ്യത്തോടുകൂടി സമാധാനത്തിലായിരിക്കുവാൻ സമാധാനത്തിൻ്റെ പ്രഭുവായ ക്രിസ്തു ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദര, ഒരു രോഗാവസ്ഥയായിരിക്കാം നിന്നെ യേശുവിനെ കാണുവാനിടയായി തീരുന്നത്. യേശുവിൽ വിശ്വസിക്കുക, അവൻ്റെ ശക്തിയിൽ വിശ്വസിക്കുക. ശാരീരിക സൗഖ്യം മാത്രമല്ല, ആന്തരിക സൗഖ്യവും സമാധാനവും നിനക്ക് നൽകി നിത്യമായ രക്ഷ ലഭിക്കുവാൻ നിനക്കിടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.